ഹലോ എവരി വൺ, എല്ലാവർക്കും മാജിക് മസാലയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വിഷുക്കട്ടയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. വിഷുവിനെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് കിടക്കാം. ഞാനിവിടെ 250 ml കപ്പിൽ 2 കപ്പ് പച്ചരിയാണ് എടുക്കുന്നത്. ചുവന്ന നിറത്തിലുള്ള ഉണങ്ങലരിയാണ് എടുത്തിട്ടുള്ളത്. ഇനി 2 കപ്പ് അരിക്ക് 2 തേങ്ങയാണ് വേണ്ടത്. നമുക്ക് തേങ്ങ ചിരകി പാലെടുത്ത് വയ്ക്കാം. ഞാനിവിടെ 4 കപ്പ് രണ്ടാം പാൽ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഉരുളിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അടി കട്ടിയുള്ള ഏത് പാത്രത്തിൽ വേണമെങ്കിലും നിങ്ങൾക്കിത് ഉണ്ടാക്കിയെടുക്കാം. ഞാൻ ഉരുളിയിലാണ് ചെയ്യുന്നത്. നമുക്ക് രണ്ടാം പാൽ ചെറുതായി തിളച്ച് വരുമ്പോൾ അരി ഇട്ട് കൊടുക്കാം. ഇനി ഒന്നാം പാൽ എടുത്തു വെച്ചിട്ടുണ്ട്. 1.5 കപ്പ് ഒന്നാം പാലാണ് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത്. അതിലേക്ക് ഒരു 3/4 ടീസ്പൂൺ ചുക്കുപൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി 1 ടീസ്പൂൺ നല്ല ജീരകം നമുക്കൊന്ന് ചതച്ചെടുക്കാം. അതും ഒന്നാം പാലിൽ ചേർത്ത് നമുക്ക് മൂടി വയ്ക്കാം. രണ്ടാം പാലിൽ കിടന്നിട്ട് അരി നന്നായി തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇത് പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. ഹൈ ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ അത് നന്നായി തിളച്ച് അരി വെന്ത് തുടങ്ങിയിട്ടുണ്ട്. അരി അധികം വേവ് കൂടാൻ പാടില്ല. അങ്ങനെ വെന്ത് പോയാൽ നമ്മുടെ വിഷുക്കട്ടയ്ക്ക് അത്ര ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ അത് നന്നായി രണ്ടാം പാല് വറ്റി വന്നിട്ടുണ്ട്. അരി പാകത്തിന് വെന്തിട്ടുണ്ട്. ഉണ്ടോ? ഇത്രയും വേവാൻ പാടുള്ളൂ. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ കല്ലുപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. രണ്ടാം പാല് ചേർത്തത് മുഴുവനായിട്ട് വറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നാം പാല് ചേർത്ത് കൊടുക്കാം. 1.5 കപ്പ് ഒന്നാം പാലിലേക്ക് 3/4 ടീസ്പൂൺ ചുക്കുപൊടിയും 1 ടീസ്പൂൺ നല്ല ജീരകം ചതച്ചതും ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിരുന്നതാണ്. അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇത് നന്നായി കുറുകി ഒന്നാം പാല് അരിയിൽ നന്നായി പിടിച്ച് വറ്റി വരണം. അതുവരെ ഇളക്കി കൊടുക്കുക. ഉപ്പ് ചെക്ക് ചെയ്ത് നോക്കുക. കുറച്ച് ഉപ്പ് കുറവുണ്ടായിരുന്നു. ഞാൻ 2 നുള്ളു ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ഒന്നാം പാലും നന്നായി വറ്റി വന്നിട്ടുണ്ട്. ഉരുളയിൽ നിന്ന് വിട്ട് വരുന്ന പാകമായിട്ടുണ്ട്. കണ്ടോ? ഇതുപോലെ ആയി കിട്ടണം. അപ്പോഴാണ് നമുക്ക് പ്ലേറ്റിൽ വെച്ചാൽ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കേണ്ട ഇത് കിട്ടുള്ളൂ. ഇനി നമുക്കിതൊരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. പ്ലേറ്റിൽ എണ്ണ തടവേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിൽ നാളികേരപ്പാൽ ചേർത്തത് കൊണ്ട് തന്നെ പ്ലേറ്റിൽ ഒട്ടിപ്പിടിക്കുകയൊന്നുമില്ല. നമുക്കിത് പ്ലേറ്റിലോട്ട് ഇട്ട് കൊടുത്ത് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. സ്പൂൺ വെച്ചിട്ട് നല്ലതുപോലെ പ്രസ് ചെയ്ത് ഇങ്ങനെ കൊടുക്കാം. കണ്ടോ? അപ്പോൾ കറക്റ്റ് ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള വിഷുക്കട്ടയുടെ റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു.